നമ്മളെ പ്ലസ് ടു ക്ലാസ്സിലെ കെമിസ്ട്രി ലെസൻ്റെ 2ാം ചാപ്റ്ററായ സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. ആദ്യം നമുക്ക് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചാപ്റ്ററിൽ ആദ്യ ഭാഗങ്ങളിൽ. അത് നമുക്ക് തുടങ്ങാമല്ലോ. What is a solution? A solution is a homogeneous mixture of two or more substances which are chemically non-reacting substance whose composition may be vary within certain limits. A solution always contains two parts. നമുക്കറിയാമല്ലോ ഏതൊക്കെയാണ് solute and the solvent. A solute is present in small quantity and the solvent is present in large quantity. Now let us see the different types of solutions. The solutions are classified into 9 categories based on the physical nature of the solute, solvent and solvent. First one, gaseous solution. നിങ്ങളുടെ നോട്ടിൽ നമ്മൾ എഴുതിയ പോലെ തന്നെ gaseous solutionൽ the solvent is always ഗ്യാസുമായിട്ട് ചേരുക. സൊല്യൂട്ടും ഗ്യാസ്, സോൾവെൻറ്റും ഗ്യാസ്. അപ്പം നമുക്ക് പറയുന്ന പേരാണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് എയർ. സെക്കൻഡ് വൺ, ഗ്യാസ് ലിക്വിഡ്. അതിന് എക്സാമ്പിളായിട്ട് ഏതാ നമ്മൾ പറയുന്നത്? വാട്ടർ വേപ്പർ പറയാം, അല്ലെങ്കിൽ മിസ്റ്റ് എന്നുള്ള MIST മിസ്റ്റ് പറയാം. ഇനി തേർഡ് കാറ്റഗറി ഗ്യാസ് സോളിഡ്. അതിനേതാ എക്സാമ്പിൾ? സ്മോക്ക് അല്ലെങ്കിൽ അയഡിൻ ഇൻ നൈട്രജൻ ഗ്യാസ്. The second type of solutions are liquid solutions. Liquid solutions, here the solvent is always liquid. Solute gas agam, liquid agam, solid agam. Next one, liquid solution. First one, solvent is liquid and the solute is gas. Example, carbon dioxide dissolved in water. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ. ഇനി രണ്ടാമത്തേത് ലിക്വിഡ്. അതിന് നമുക്ക് പറയുന്ന എക്സാമ്പിൾ എത്തനോൾ ഇൻ വാട്ടർ. തേർഡ് കാറ്റഗറി ലിക്വിഡ് സോളിഡ്. അതിന് നമ്മൾ പറയുന്ന എക്സാമ്പിൾ ഏതാ? സോൾട്ട് ഇൻ വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ. നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. ആദ്യത്തേത് ഗേഷ്യസ് സൊല്യൂഷൻ, രണ്ടാമത്തെ ലിക്വിഡ് സൊല്യൂഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതായിരിക്കും? സോളിഡ് സൊല്യൂഷൻ. സോളിഡ് സൊല്യൂഷനിൽ ദ സോൾവെൻറ്റ് ഈസ് ഓൾവേസ് സോളിഡ് ഗ്യാസ് ആകുമ്പോൾ നമ്മൾ പറയുന്ന എക്സാമ്പിൾ ഹൈഡ്രജൻ ഇൻ പലേഡിയം. സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ നമ്മൾ പറയുന്ന സോഡിയം അമാൽഗം. അമാൽഗം എന്ന് പറഞ്ഞാൽ എന്താ? മെർക്കുറി ഈസ് എ മെറ്റൽ ബട്ട് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. തേർഡ് വൺ സോളിഡ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് കോപ്പർ ഇൻ ഗോൾഡ് അല്ലെങ്കിൽ അലോയിസ്. ക്ലിയർ ആയോ? 3 types of solutions ഉണ്ട്. gaseous solution, liquid solution and third one is a solid solution. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തത്, how will you express the concentration of a solution? ഇപ്പം അതിലെ ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ്. ഈ മാസ് പെർസെൻറ്റേജ് പറഞ്ഞാൽ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ മാസ് ഓഫ് ദ സൊല്യൂട്ട് present in the solution.
മാസ് പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ മോളിൽ ഇൻറ്റു 100. എപ്പോഴും പെർസെൻറ്റേജിനാണെങ്കിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വോളിയം പെർസെൻറ്റേജ് അപ്പം നമുക്ക് എങ്ങനെ പറയാം? മറ്റേതുപോലെ തന്നെ പറയാം. വോളിയം പെർസെൻറ്റേജ് ഓഫ് എ കോമ്പൗണ്ട് in solution is equal to volume of the component divided by total volume of the solution into 100. മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് mass per volume. It is the mass of the solute dissolved in 100 ml of the solution. ഇനി നാലാമത്തേത് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്നുള്ളത് നമ്മൾ ഷോർട്ട് ഫോം ആക്കി എങ്ങനെ എഴുതുക? PPM, പാർട്സ് പെർ മില്യൺ. ഇതിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് കൂട്ടിയാണ് നമ്മൾ പറയുന്നത് PPM. അത് രണ്ട് വിധത്തിൽ നമുക്ക് ഇൻ ഡൈല്യൂട്ട് സൊല്യൂഷനിലാണ് ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പാർട്സ് പെർ മില്യൺ എന്നുള്ളത് നമുക്ക് പറയാം PPM ബൈ മാസ്. അപ്പം നമ്മൾ പറയും മാസ് ഓഫ് ദ സൊല്യൂട്ട് മില്യൺ എന്ന് പറയുമ്പോൾ എത്ര വരും? 10⁻6 ഇൻറ്റു മാറിപ്പോയി, കുഴപ്പമുണ്ടോ? total mass of the solution. Total mass of solution. ഇനി വോളിയം PPM ബൈ മാസ്. PPM എന്ന് പറഞ്ഞാൽ എന്താ? പാർട്സ് പെർ മില്യൺ. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പൊല്യൂഷനിലൊക്കെ എത്രമാത്രം ഡസ്റ്റ് ഉണ്ട്, അതുപോലെ വേണ്ടാത്ത പദാർത്ഥങ്ങളുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ വാട്ടറിൻ്റെ ശുദ്ധജലമാണെന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്ന PPM. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഡൈല്യൂട്ട് സൊല്യൂഷനിലാണ് നമ്മൾ ഈ PPM എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത്. ബൈ വോളിയം. Volume of the solution, volume of the solute by into 10⁻6 divided by volume of the solution. ഇനി അടുത്ത ഇതിലോട്ട് നമ്മൾ പോവാണ്. അതിൻ്റെ പേരാണ് മൊളാലിറ്റി. ഇറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദ ലെറ്റർ M, സ്മോൾ ലെറ്റർ M. അത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അപ്പോൾ നമുക്ക് അതും കൂടെ വേണേൽ എഴുതാം. മാസ് ഇസ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? നമ്മൾ പഠിച്ചിട്ടുള്ള വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയ്റ്റ്. ഇനി രണ്ടാമത് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? മാസ് ഓഫ് ദ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1000 grams ഓഫ് ദ സോൾവെൻറ്റ്. നമ്മൾ 1000 മുകളിൽ എഴുതുക. സോൾവെൻറ്റ് മിക്കവാറും നമുക്ക് ഗ്രാമിലായിരിക്കും തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1000 എഴുതുന്നതിന് കിലോഗ്രാം ആക്കുന്നത്. സോൾവെൻറ്റിൻ്റെ മാസ് ഓഫ് ദ സോൾവെൻറ്റ്. അപ്പം ഇറ്റ് ഈസ് അതിൻ്റെ പെക്യുലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് മൊളാലിറ്റിക്ക് മാറ്റം വരുന്നില്ല. ഇനി അടുത്ത മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ പറയുന്നത് MOLARITY, മൊളാലിറ്റി. അതിൻ്റെ നമ്മൾ എഴുതുന്ന ഫോർമുല number of moles of the solute dissolved in 1 liter of the solution. അപ്പം നമ്മൾ അതിൻ്റെ ഫോർമുല എഴുതുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് എന്നുള്ള മോളിൽ എഴുതും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട്
weight of the solute divided by molecular mass. ഇനി നമ്മൾ എന്താണ് താഴെ എഴുതുന്ന number of moles of the solute present in 1 liter of the solution എന്നാണ് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ്റെ മാസല്ലേ നമ്മൾ എഴുതുക ഇൻറ്റു WA. അത് മിക്കവാറും നമുക്ക് ഗ്രാമിലായിരിക്കും. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിലോഗ്രാമിലാക്കണം. ഇത് ലിറ്ററിലായിരിക്കും. അതിനെ നമ്മൾ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്താക്കണം? PV is equal to nRT. That means volume depends on temperature. As a result, molarity also depends on temperature. Temperature dependent ആണ് molarity. അപ്പം ഇതിലേതായിരിക്കും ബെറ്റർ ഉപയോഗിക്കാൻ, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കാൻ ബെറ്റർ ഏതായാലും ഏത് തന്നെയായിരിക്കും? മൊലാലിറ്റി ആയിരിക്കും. അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല. ഇനി നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പോർഷനാണ്. അതിൻ്റെ പേര് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ മോൾസ് ഓഫ് ദ കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ദ സൊല്യൂഷൻ. അതായത് ആകെ സൊല്യൂഷന് രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് സൊല്യൂട്ട്, മറ്റേത് സോൾവെൻറ്റ് അല്ലേ? അപ്പം നമുക്ക് മോൾ ഫ്രാക്ഷൻ്റെ ലെറ്റർ എക്സ് എന്നാ. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു എ. എപ്പോഴും നമ്മൾ ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്ന എ സോൾവെൻറ്റിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. മോൾ ഫ്രാക്ഷൻ, അപ്പോൾ നമ്മൾ പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് സോൾവെൻറ്റ് ഇസ് ഈക്വൽ ടു NA ബൈ NA പ്ലസ് NB. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ടിൻ്റെ ലെറ്റർ ഏതായിരുന്നു? XB. അപ്പം നമുക്കതെങ്ങനെ എഴുതാം? XB ഇസ് ഈക്വൽ ടു NB divided by NB plus NA. ഇനി നമുക്ക് നോക്കുക, XA പ്ലസ് XB ഇസ് ഈക്വൽ ടു 1. ഇപ്പം നമുക്ക് ഒന്നിൻ്റെ മോൾ ഫ്രാക്ഷൻ കിട്ടിയാൽ മറ്റേതിനെ കിട്ടാൻ എന്ത്? ഇപ്പോൾ XAയുടെ മോൾ ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. XB എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 1 മൈനസ് XA. ഇപ്പോൾ ഇതിന് XB ഇസ് ഈക്വൽ ടു 1 മൈനസ് XA. മനസ്സിലായോ? ബുദ്ധിമുട്ടല്ലല്ലോ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കുറേയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരുന്നു ഫസ്റ്റ് ഇയർ. ഇനി അടുത്തത് ഇതിന് പ്രത്യേകതയുണ്ട്. ഇതും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മാസും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം 3 എണ്ണം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതൊക്കെയാണ്? ആദ്യം മാസ് പെർസെൻറ്റേജ്, രണ്ടാമത്തേത് മൊലാലിറ്റി, മൂന്നാമത്തേതാണ് മോൾ ഫ്രാക്ഷൻ. Next we are going to study solubility of solid. Solubility of solid in liquid depend on 4 factors. First one, nature of the solvent and solute. നമ്മൾ പറയാറുണ്ട് polar solute dissolve in polar solvent. Non-polar solute dissolve in non-polar solvent. നോക്കുക, നമുക്ക് പോളാർ സൊല്യൂട്ടിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് സോഡിയം ക്ലോറൈഡ് എടുക്കാം. സോഡിയം ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി, polarity is developed in sodium chloride and potassium chloride. ഇപ്പോൾ sodium chloride, dissolution of sodium chloride or potassium chloride in water is an endothermic process. Heat is absorbed. As the temperature increases, solubility also increases. As the temperature increases, solubility also increases. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ നേച്ചർ ഓഫ്
solute and solvent. ഇനി നോക്കുക, ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ. ഇപ്പം നമ്മൾ നോക്കുക, ആദ്യം സോഡിയം ക്ലോറൈഡ് വെള്ളത്തിടുമ്പോൾ തന്നെ ഡിസോൾവ് ചെയ്യും. പക്ഷെ നമ്മൾ കുറച്ച് കൂടുതൽ സോഡിയം ക്ലോറൈഡ് ഇട്ട് നമ്മൾ ഹീറ്റ് ചെയ്താൽ അത് കൂടുതൽ എളുപ്പത്തിൽ ഡിസോൾവ് ചെയ്യും. ആ റിയാക്ഷൻ എൻഡോതേർമിക്കാണ്. ഇനി എക്സോതേർമിക് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്. സോഡിയം ഹൈഡ്രോക്സൈഡ് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഹീറ്റ് ഈസ് ലിബറേറ്റഡ്, അതായത് എക്സോതേർമിക് റിയാക്ഷനാണ്. അങ്ങനെയുള്ള റിയാക്ഷനിൽ ഇപ്പം ഇത് നമ്മൾ കൂടുതൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കുക, വാട്ടർ കുറവാണെങ്കിൽ ചിലപ്പോൾ ആ ബോട്ടിൽ തന്നെ പൊട്ടിപ്പോവും. മനസ്സിലായി? അത്രയും ഹീറ്റ് അത് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഈ റിയാക്ഷൻ്റെ നേച്ചർ ഏതാണ്? എക്സോതേർമിക്, ഹീറ്റ് ഈസ് ലിബറേറ്റഡ്. അപ്പം ഈ സോഡിയം ഹൈഡ്രോക്സൈഡൊക്കെ എപ്പോഴായിരിക്കും സോൾബിലിറ്റി കൂടുന്നത്? അറ്റ് ലോ ടെമ്പറേച്ചർ ദ സോൾബിലിറ്റി ഇൻക്രീസസ്. കേട്ടോ, ഇങ്ങനെയുള്ളതിൽ ലോ ടെമ്പറേച്ചറാണ് നമുക്ക് നല്ലത്. ഇനി രണ്ടാമത്തേത്, ആദ്യത്തേത് നേച്ചർ ഓഫ് സോളിഡ് ആൻഡ് സോൾവെൻറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ. Dissolution of salt is a exothermic reaction. അല്ലേ? അതുകൊണ്ട് higher the temperature, more the solubility. മറ്റേ എൻഡോതേർമിക് റിയാക്ഷന് higher the temperature, more the solubility. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ്, അതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഇത് രണ്ടാമത്തേത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്. പിന്നെ മൂന്നാമത്തേത് പ്രഷറിന് സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സിന് കാര്യമായ ഇഫക്റ്റ് ഇല്ല. ഇപ്പോൾ ഇഫക്റ്റ് ഓഫ് pressure has no significant effect on the solubility of the solid. ഇനി നമുക്ക് ലിക്വിഡ് നമ്മൾ ഇല്ല, സിലബസിൽ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾക്ക് പറയാനുള്ളത് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ആ ലോയുടെ പേരാണ് ഹെൻറീസ് ലോ. അത് നമുക്കിവിടെ തന്നെ എഴുതാം, ഹെൻറീസ് ലോ. ഹെൻറീസ് ലോ പറയുന്നത് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ലിക്വിഡ്, പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ the pressure exerted by the liquid is directly proportional to the mole fraction of the gas in solution. ഒന്നുകൂടെ ഞാൻ പറയാം. At constant temperature, the partial pressure of a gas is directly proportional to the mole fraction of the substance in solution. അപ്പം നമുക്ക് പി പ്രപ്പോർഷൻ ടു എഴുതി. പി എന്ന് പറയുന്ന പാർഷ്യൽ പ്രഷർ, എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മോൾ ഫ്രാക്ഷൻ. അപ്പം നമുക്ക് അടുത്ത സെൻറ്റൻസ് ആയിട്ട് എഴുതാം, പി ഇസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ്. കെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. ഇനി ഒരു കാര്യം നമ്മൾ ഓർക്കണം, when the Henry's constant increases, solubility of the substance decreases. കേട്ടോ? അപ്പം നമുക്ക് പരിചയമുള്ളൊരു കാര്യം ഞാൻ പറയാം. അക്വാറ്റിക് ആനിമൽസ്, ഫിഷസ് ഒക്കെ, ദി ആർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ബിക്കോസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് മോർ ഇൻ കോൾഡ് വാട്ടർ. മനസ്സിലായോ? ഇനി 2-3 ആപ്ലിക്കേഷനുണ്ട് ഹെൻറീസ് ലോയിൽ. അതെപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, അത് നമ്മൾ പഠിക്കണം. ആദ്യത്തേത് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം നമ്മൾ ഈ ലോയുടെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു എക്സാമ്പിൾ? ഓർമ്മയുണ്ടോ? ഒന്നുകൂടെ പറയാം.
to increase the solubility of carbon dioxide in soft bottles അല്ലെങ്കിൽ soft drinks. The bottle is sealed under pressure. ബോട്ടിൽ സീൽ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? കൊക്കക്കോള ഒക്കെ പെപ്സി ഒക്കെ ബോട്ടിൽ സീൽ ചെയ്ത് വെച്ചിരിക്കുക. To increase the solubility of carbon dioxide in water, the bottle is sealed under pressure. അതിൻ്റെ ആപ്ലിക്കേഷൻ 3 എണ്ണമുണ്ട്, 3 ആപ്ലിക്കേഷനുണ്ട്. ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ സോഡ ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോക്കുക, നമ്മുടെ ഈ നദിയിലൊക്കെ അടിയിലുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നവർ, സീ ഡൈവേഴ്സ് യൂസ് എയർ ഡൈലൂട്ടഡ് വിത്ത് ഹീലിയം കേട്ടോ ആസ് എ ബ്രീത്തിങ് ഏജൻറ്റ്. എയർ ഡൈലൂട്ടഡ് വിത്ത് ഹീലിയം is used as a breathing agent for ആരാണ് സീ ഡൈവേഴ്സ്. എന്തുകൊണ്ടാണ്? ഹീലിയം ടു അവോയ്ഡ് ദ ഇഫക്റ്റ് ഓഫ് ബെൻഡ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുകൾ, ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക്. അത് ആദ്യം അവർ നൈട്രജനായിരുന്നു യൂസ് ചെയ്തിരുന്നത്, പക്ഷെ ഇന്ന് അവർ എന്താ യൂസ് ചെയ്യുന്നത്? ഹീലിയമായി യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഹീലിയം ഈസ് ലെസ് സോളുബിൾ ഇൻ വാട്ടർ. ഇനി മൂന്നാമത്തേതിലോട്ട് പോകാം. ആദ്യത്തേത് നമ്മൾ പറഞ്ഞത് സോഡ ബോട്ടിലിൻ്റെ കാര്യം, രണ്ടാമത് നമ്മൾ പറഞ്ഞത് സീ ഡൈവേഴ്സിൻ്റെ കാര്യം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. മൂന്നാമത്തേത് നമ്മൾ മൗണ്ടൻ ക്ലൈംബേഴ്സ്. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് the partial pressure of oxygen is very low. So, mountain climbers and the people who are living in hilly areas suffer from a disease called anoxia. അതായത് അനോക്സിയ, ഡിസോൾവ്ഡ് ഓക്സിജൻ അവരുടെ ബോഡിയിൽ എത്താൻ താമസിക്കും. ഇറ്റ് വീക്കൻസ് ദ nerves and the blood vessels. As a result, they feel tired and sometimes they faint. To avoid this, അവരെന്ത് ഉപയോഗിക്കുന്ന നമ്മൾ പറയുന്ന അവർ മാസ്ക് ഉപയോഗിച്ചാൽ പോലും അവർ എന്തെങ്കിലും ബ്രീത്തിങ് റിയേജൻറ്റും കൂടെ അതിൻ്റെ ഒപ്പം ഉപയോഗിക്കണം. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തേത് ആപ്ലിക്കേഷൻ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഓർക്കാം. To increase the solubility of carbon dioxide, the bottle is sealed under pressure. രണ്ടാമത്തേത് സീ ഡൈവേഴ്സ് usually used air diluted with helium as the breathing reagent to prevent the painful effect of bend. Helium is less soluble in blood. Helium is less soluble in blood. ഇനി മൂന്നാമത്തേത് അനോക്സിയ എന്ന് പറയുന്നത് people living in mountain areas and hilly area feel anoxia. അതെന്താണ്? less oxygen reach in the blood vessels and tissues. ഇനി അടുത്തതിലോട്ട് നമുക്ക് പോകാം. ഇത് അത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ നോക്കുക. ഇതൊരു ബോട്ടിലാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും ലിക്വിഡ് എടുക്കുക. ഈ ലിക്വിഡിൻ്റെ പ്രത്യേകതയും കൂടെ ഓർക്കണം നിങ്ങൾ കേട്ടോ. ക്യാൻസർ ഈസിലി ഇവാപ്പറേറ്റ് ചെയ്തൊരു ലിക്വിഡ് എടുക്കുക. ടെസ്റ്റ് ട്യൂബോ അല്ലെങ്കിൽ ബോട്ടിലോ ഈസ് ക്ലോസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഇവാക്യുറേറ്റഡ്. എയറൊന്നും പാടില്ല അതിൽ. അങ്ങനെ കുറച്ച് സമയം വെച്ച് കഴിയുവാണെങ്കിൽ നമുക്ക് കാണാം ഈ ലിക്വിഡ് ഇവാപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ വേപ്പേഴ്സ് ആ മുകളിൽ നിറയുന്നത്. അപ്പം അതിന് പുറത്ത് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും? ഇറ്റ് കംസ് ബാക്ക് ടു ദ ലിക്വിഡ്.
ഇപ്പം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് വേപ്പർ പ്രഷർ. Vapor pressure. Vapor pressure is the pressure exerted by the vapors. ഈ ലിക്വിഡിൻ്റെ മുകളിലുള്ള വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. എബവ് ദ ലിക്വിഡ് സർഫേസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ് in equilibrium with the liquid at a given temperature. ഇവിടെ ഞാൻ പറയാം, the pressure exerted by the vapors above the liquid surface in equilibrium with the liquid at a given temperature. ഇത് നമ്മൾ പറയുന്ന ഇതിൽ നിന്ന് നമ്മൾ പോകുന്നത് വേറൊരു ലോയിലേക്കാണ്, റൗൾസ് ലോ, RAOULTS, റൗൾസ് ലോ. റൗൾസ് ലോ പറയുന്നത് അത് നമ്മൾ മറ്റേടത്ത് നമ്മൾ ഹെൻറീസ് ലോ പോലെ തന്നെയുള്ള ലോയാണ് റൗൾസ് ലോ. റൗൾസ് ലോ പറയുന്നത് for volatile solution the partial vapor pressure of each component is directly proportional to the mole fraction of that component in solution. ഒന്നുകൂടെ ഞാൻ പറയാം, for volatile solution, volatile എന്ന് പറഞ്ഞാൽ എന്താ, ബാഷ്പീകരിച്ച് പോകുന്നത്. For volatile solution, the partial vapor pressure of the solution is directly proportional to the mole fraction of the component in the solution. അപ്പം നമുക്ക് രണ്ട് ലിക്വിഡ് എടുക്കാം. ഒന്ന് ഞാൻ A കൊടുത്തു, മറ്റേ ലിക്വിഡിന് B എന്ന് കൊടുത്തു. മനസ്സിലായല്ലോ? ആദ്യത്തെ ലിക്വിഡിന് ഞാൻ A കൊടുത്തു. ഈ രണ്ട് ലിക്വിഡും മിസിബിൾ ലിക്വിഡ് ആയിരിക്കും. ആദ്യത്തേന് A കൊടുത്തു, രണ്ടാമത്തേന് B കൊടുത്തു. ആദ്യത്തേൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാം PA എന്നുള്ള ലെറ്റർ ഉപയോഗിക്കും. രണ്ടാമത്തേത് PB എന്ന് എഴുതാം. ആദ്യത്തെ ലിക്വിഡിൻ്റെ മോൾ ഫ്രാക്ഷൻ XA ആണെങ്കിൽ രണ്ടാമത്തേൻ്റെ എന്തായിരിക്കും, XB ആയിരിക്കും. അപ്പം നമുക്ക് എഴുതാം, അക്കോർഡിംഗ് ടു റൗൾസ് ലോ, PA പ്രപ്പോർഷണൽ ടു ഏതെന്ന് എഴുതാം, XA. PA എന്ന് പറഞ്ഞാൽ എന്താ, വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് A. XA എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ലിക്വിഡ് A. അപ്പോൾ ഇനി അടുത്ത ലൈനിൽ നമുക്ക് എഴുതാം, ഇവിടെ ഇച്ച സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ എഴുതാം, കാരണം ഇവിടെ ഇത് നമ്മൾ മാറ്റണം, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റണം. നമുക്ക് എഴുതാം PB പ്രപ്പോർഷണൽ ടു XB. ഇപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഈ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ നമ്മൾ ഹെൻറീസ് ലോ എഴുതിയപ്പോൾ നമ്മൾ P പ്രപ്പോർഷണൽ ടു M എന്ന് എഴുതിയിട്ട് P പ്രപ്പോർഷണൽ ടു KH ഇൻറ്റു M എന്ന് എഴുതിയില്ലേ, KH ഇൻറ്റു X എന്ന് എഴുതിയില്ലേ, അതുപോലെ അപ്പോൾ PA ഈസ് ഈക്വൽ ടു P0A XA എഴുതാം. PB എന്നുള്ള ഇപ്പം നമുക്ക് എങ്ങനെ എഴുതാം, PB ഈസ് ഈക്വൽ ടു P0B പ്ലസ് P0B ഇൻറ്റു XB. ഇപ്പം ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താ പറഞ്ഞത്, ടോട്ടൽ പ്രഷർ P ഈസ് ഈക്വൽ ടു the pressure of the partial pressure of the individual. It is the sum of the partial pressures of the individual gases. അപ്പോൾ നമുക്ക് P is equal to എങ്ങനെ എഴുതാം, PA plus PB എഴുതാമല്ലോ. അപ്പം നമുക്ക് എന്ത് അടുത്ത ലൈനിൽ നമ്മൾ എന്ത് എഴുതും, PAക്ക് പകരം നമ്മൾ എഴുതും P0A XA. P0A എന്ന് പറഞ്ഞാൽ എന്താ, partial pressure of the pure solvent. ഇത് സൊല്യൂഷൻ്റെ PB എന്ന് X എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A. PB എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എഴുതുന്നത്, P0B XB. ടോട്ടൽ പ്രഷർ P is equal to P0XA plus P0XB. മനസ്സിലായല്ലോ? ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം, രണ്ട് മിസിബിൾ ലിക്വിഡ് എടുക്കുക A and B,
the partial pressure of A is PA and its mole fraction is XA. The second liquid is B, and the partial vapor pressure is PB and the mole fraction is XB. According to Raoult's law, the partial vapor pressure is directly proportional to the mole fraction of the solution. But PA is equal to P0A into XA. P0 is the partial vapor pressure of the pure liquid. PB proportional to XB ആണെങ്കിൽ PB is equal to P0B XB എന്ന് പറയും. ആ P0B എന്താണ്? Partial vapor pressure of the pure liquid B. ഇനി ടോട്ടൽ പ്രഷർ നമ്മൾ എഴുതി PA plus PB ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. ആ PAയുടെ അടിയിലുള്ള വാല്യൂ P0A XA, PBയുടെ അടിയിലുള്ള P0B XB. The solution which obey Raoult's law are at all concentration and at all temperature are called the ideal solution. If you draw a graph connecting vapor pressure and mole fraction, we get this linear plot. കേട്ടോ, അതാ നമ്മുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറുമായിട്ട് കാണിക്കുക. അപ്പോൾ നോക്കിയാൽ ഡോട്ടഡ് ലൈൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതിനെയാ? എയുടെയും ബിയുടെയും വേപ്പർ പ്രഷറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത് P is equal to PA plus PB എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആദ്യത്തേത്. ഇനി റൗൾട്ട്സ് ലോയ്ക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട് കേട്ടോ. അഡ്വാൻറ്റേജിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജ് നോക്കാം. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പാർഷ്യൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട്. ഡിസഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം. അത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ only the solution contains a non-volatile solute. Solution contains a non-volatile solute. മൂന്നാമത്തേത്, the solute in the solution do not undergo association or dissociation. Association or dissociation. നമുക്ക് ആദ്യം റൗൾട്ട്സ് ലോ എഴുതാം. PA is equal to P0A XA. ഇതാണ് റൗൾട്ട്സ് ലോ. ഇനി ഹെൻറീസ് ലോ, ഇത് റൗൾട്ട്സ് ലോ. ഇപ്പോഴും ഞാൻ ചെറുതായിട്ടാണ് എഴുതുന്ന മോനെ റൗൾട്ട്സ് ലോ. ഇനി അടുത്തത് ഹെൻറീസ് ലോ. P is equal to KH into X. നമുക്ക് കാണാൻ പറ്റും. Partial pressure is directly proportional to mole fraction. ഇനി അടുത്തത് ideal solution and non-ideal solution. Ideal solutions are solutions which obey Raoult's law. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് എഴുതാം. P is equal to P0A XA. പിന്നെ രണ്ട് ലിക്വിഡ് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയത്തിൽ മാറ്റം വരുന്നില്ല ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ ഡെൽറ്റ വി മിക്സിങ് ഈസ് ഈക്വൽ ടു 0. ഇനി അതുപോലെ ഹീറ്റിലും വ്യത്യാസം വരുന്നില്ല. ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പറയാം ഡെൽറ്റ എച്ച് മിക്സിങ് ഈസ് 0. ഇനി അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്ക് സോൾവെൻ്റ് എ ഇൻട്രാക്ഷൻ ആൻഡ് solute ഏതാ? B interaction are almost equal to AB intermolecular attraction. AA molecular attraction
and BB molecular attraction, A solvent attraction and solute attraction is approximately equal to solvent attraction. മനസ്സിലായോ? ഇതാ ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, obeys Raoult's law, delta H mixing is 0, delta B mixing is 0, AB interaction is equal to A, almost equal to AA and BB interaction. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രത്യേകതകൾ അപ്പം നമുക്ക് തന്നെ പറയാമല്ലോ. They do not obey Raoult's law, delta H mixing is not equal to 0, delta V mixing is also not equal to 0. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. നമ്മൾ എക്സ് ആക്സിസിൽ എഴുതുന്നത് മോൾ ഫ്രാക്ഷനാണ്, വൈ ആക്സിസിൽ നമ്മൾ എഴുതുന്നത് വേപ്പർ പ്രഷറുമാണ്. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, 2 മിസിബിൾ ലിക്വിഡ്സ് ഉണ്ട് അവിടെ ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്നത് എക്സ് എ ഇസ് ഈക്വൽ ടു 1, എക്സ് ബി ഇസ് ഈക്വൽ ടു 0. രണ്ടാമത്തേൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് എക്സ് എ ഇസ് ഈക്വൽ ടു 0, എക്സ് ബി ഇസ് ഈക്വൽ ടു 1. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഡോട്ടഡ് ലൈൻസ് ആണ് എന്തിനെ സൂചിപ്പിക്കുന്നത്? വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ മുകളിലായിട്ടല്ലേ വരുന്നത് ദ പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ള സൊല്യൂഷൻ. ദ വേപ്പർ പ്രഷർ partial pressure graph is above the solution obeying Raoult's law. മുകളിലല്ലേ വന്നത് രണ്ടിൻ്റെയും. ഇനി നോക്കുക, the total vapor pressure is also higher than that is expected by the Raoult's law. അപ്പം P is equal to PA plus PB. കിട്ടുന്നുണ്ടോ? നോക്കാട്ടോ. അതെ. ഇനി അതിൻ്റെ അടി നോക്കിക്കേ, നമ്മളൊരു ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ആ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, liquid mixtures which distill out without any change in composition are called azeotrope. കേട്ടോ? For solution showing positive deviation, there is an intermediate composition. Intermediate composition ആയി നമ്മൾ കാണിച്ചിരിക്കുന്നത്, where for which the vapor pressure അവിടെ സൊല്യൂഷൻ്റെ മാക്സിമം ആണ്. വേപ്പർ പ്രഷർ മാക്സിമം ആണെന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് മിനിമം ആയിരിക്കും. അപ്പം നമ്മൾ പറയുന്ന സച്ച് ഐസോട്രോപ്സ് ആർ കോൾഡ് മിനിമം ബോയിലിംഗ് ഐസോട്രോപ്പ്. മിനിമം ബോയിലിംഗ്. അപ്പം ആ ബോയിലിംഗ് അവിടുത്തെ പ്രത്യേകത എന്താ? ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ, the boiling point of the azeotrope is less than the boiling point of either of less than the boiling point of either of the pure component A and B. Pure component A-നെക്കാളും ബിയിലേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പം നമ്മൾ അതിനെ പറയുന്നതാണ് മിനിമം ബോയിലിംഗ് ഐസോട്ടോപ്പ്. മിനിമം ബോയിലിംഗ് ഐസോട്ടോപ്പ്. നെക്സ്റ്റ് ഫിഗറിൽ നമ്മൾ കാണിക്കുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അവിടെ ഈ ഗ്രാഫിൽ വ്യത്യാസം, ഗ്രാഫ് ഒരേപോലെ മോൾ ഫ്രാക്ഷനോ എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ നമ്മൾ വേപ്പർ പ്രഷറാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ നോക്കിയാൽ ഈ റൗൾട്ട്സ് ലോയിലുള്ള അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷനുള്ള ഗ്രാഫിൻ്റെ അടിയിലായിരിക്കും നമ്മൾ എന്ത് കാണിക്കുന്നത്? അതിൻ്റെ ചേഞ്ചസ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ രണ്ടിൻ്റെയും അടിയിലായിരിക്കും. പിന്നെ ടോട്ടൽ പ്രഷറും കാണിക്കുന്നതും അതിന് അടിയിലായിരിക്കും അല്ലേ? അപ്പം നമുക്ക് പറയാം, ഫോർ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ there is an intermediate composition for which the vapor pressure is
എങ്ങനെയാണ് പറയുന്നത്? വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് മിനിമം. വേപ്പർ പ്രഷർ മിനിമം എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് മാക്സിമം. At this composition, the liquid mixture distilled out without any change in composition. This type of solutions are called minimum boiling isotope. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിളും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ബെൻസീൻ ആൻഡ് ടോളുവീൻ, നോർമൽ ഹെക്സൈൻ ആൻഡ് നോർമൽ ഹെപ്റ്റൈൻ, ക്ലോറോബെൻസീൻ ആൻഡ് ബ്രോമോബെൻസീൻ, ethyl bromide and ethyl iodide, normal butyl chloride and normal butyl bromide. ഇനി അടുത്തത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ. acetone and ethanol, acetone and CS2, water and methanol. Methanol എന്ന് പറഞ്ഞാൽ methyl alcohol. Water and ethanol, ethanol ഏതാ? ethyl alcohol. acetone and benzene. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോയ്ക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് HCl and water, chloroform and ether, chloroform and acetone, chloroform and nitric acid, phenol and acetic acid. നോക്കുക, ഈ നെഗറ്റീവ് ഡീവിയേഷൻ ഉള്ളതിൽ ഏത് ബോണ്ടുണ്ട്? ഹൈഡ്രജൻ ബോണ്ടുണ്ട് കേട്ടോ. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് the escaping tendency is low.